നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ഫുഡീസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി എഗ് മസാലയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയിൽ ഇതേ കൂട്ടൊന്ന് കുത്തി കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ വരയുന്ന പോലെ ഒരു 4 ഭാഗത്തായിട്ട് ചെറിയ ഓരോ വരകളായിട്ട് കൊടുക്കുക. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാലകളെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ച് വേവിക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെ പച്ച മണം മാറിയതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത് ചാട്ട് മസാലപ്പൊടിയാണ്. ചാട്ട് മസാലപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ മീറ്റ് മസാലപ്പൊടി ഇട്ടാലും മതി. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് പുട്ടും പപ്പടവും കൂടെ കൂട്ടി ഒരു പിടിയും കൂടെ പിടിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാവുന്നതാണ്.